ഹലോ ഗൈസ്, വാവ വൈഷ്ണവി. ഇന്ന് എനിക്ക് സ്കൂളിലോ ദിവസമാണ്. ഞാൻ എണീക്കുമ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ വാടും കേട്ടോ ഗൈസ്. പിന്നെയാണ് എനിക്കിന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമായിരുന്നു. എന്നിട്ട് ഞാൻ ഉറങ്ങി എണീച്ചതും അമ്മൻ്റെ മടിയിൽ കിടക്കും. പക്ഷേ അപ്പോഴൊന്നുമല്ല, ചില ദിവസങ്ങളിൽ കേട്ടോ. അപ്പോഴേക്കും അമ്മ വീഡിയോ എടുക്കുക പറഞ്ഞ് വീഡിയോ എടുത്ത് അപ്പോഴേക്കും പപ്പ വിളിച്ച് പപ്പ ബദാം തൊലിക്കേണ്ട കാര്യത്തിലാണ് കേട്ടോ. ഇപ്പോൾ തിരക്ക്. പപ്പ നമ്മുടെ ബദാം തൊലിച്ചുകൊണ്ട് കഴിക്കുകയാണ്. അപ്പോഴേക്കും ഞാനും എൻ്റെ കണ്ണും കൊണ്ട് പോയി ഞാനങ്ങടെ അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും പപ്പ എനിക്ക് ഉമ്മയൊക്കെ തന്ന് ഞാൻ അപ്പോഴേക്കും ഉറങ്ങി കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങായിരുന്നു, പിന്നെയും ഉറങ്ങി. പിന്നെ ഞാൻ പല്ല് തേക്കാൻ പോയതാണ് ഉറങ്ങി എണീച്ചപ്പോൾ കേട്ടോ. അപ്പം ഞാൻ പല്ല് തേക്കാൻ പോകുമ്പോൾ അമ്മ വീഡിയോ ആണ് കേട്ടോ എടുക്കണത്. ഞാൻ ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബ്രഷ് ചെയ്യിക്കുന്നത് പക്ഷേ എനിക്ക് അധികം ഒന്നും കട്ടിയുള്ളത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാനെന്നെ ഒച്ചയ്ക്ക് കൈകുണ്ട് ഗൈസ്. കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വായൊക്കെ തുപ്പിക്കും. എൻ്റെ യൂണിഫോം അമ്മ തേച്ച് വയ്ക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ തേക്കാറുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ തേക്കില്ല, അമ്മ തേച്ച് വയ്ക്കും, ഞാൻ ഡ്രസ്സ് എടുത്ത് ഇടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വായ തുപ്പിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തോർത്തെടുത്ത് മുഖമൊക്കെ തുടയ്ക്കുകയായിരുന്നു. അപ്പോൾ മുഖം തുടച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബാത്റൂമിൽ കുളിക്കാൻ പോകേണ്ട പോലെ കാണിച്ചതാണ്. അപ്പോൾ അമ്മ യൂണിഫോം തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മ ഈ യൂണിഫോം തേച്ച് വെച്ച് ഷർട്ടൊക്കെ ഞാനിടുക, പാവാടിയൊക്കെ. ഞാൻ ഒരുപാട് മേക്കപ്പ് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ വെളിയിൽ പോകുമ്പോൾ മാത്രം അമ്മ. അപ്പം ഞാൻ ഷർട്ട് ഇടാൻ പോവാണ് കേട്ടോ ഗൈസ്. ഷർട്ടിൽ ബട്ടണൊക്കെ ഞാൻ തന്നെയാണ് ഇടുക കേട്ടോ. ഞാൻ ഇടും, പക്ഷേ എനിക്ക് ഇടാൻ കുറച്ച് പാടാണ് കേട്ടോ. അധികം പാടൊന്നുമില്ല. അപ്പോൾ ഞാൻ പാവാടി ഇട്ട് ഇടാൻ പോവാണ്. അപ്പോൾ പാവാടി ഞാൻ തന്നെയാണ് ഇടുക കേട്ടോ. പാവാടി ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പറയേണ്ട പോലെ ഞാൻ പാവാടിയൊക്കെ ഇടാറുണ്ട്. ബെൽറ്റും ഞാൻ തന്നെ ഇടുക, ടാഗും ഉണ്ടോ. എനിക്ക് LKG പഠിക്കുമ്പോൾ എഡിഷൻ ഗ്രിഡ് കിട്ടിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ടാഗിൽ ഇടുമ്പോഴേ മുടിയിൽ തോർത്തൊന്ന് അയച്ചിട്ട് വേണം എനിക്ക് ഇടാൻ കിട്ടുക കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് ടാഗ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ടാഗ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി ബെൽറ്റ് ഇടാൻ പോവാണ് കേട്ടോ. ബെൽറ്റ് ഞാൻ തന്നെയാണ് ഇടുക. പക്ഷെ ബെൽറ്റ് ഇടാൻ എനിക്ക് നല്ല സിമ്പിളാണ്. ഞാൻ വേണ്ടി അത്രയും ഇടും ബെൽറ്റ് എത്ര പണിയാലും ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ഞാൻ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ പോവുക. എൻ്റെ എൻ്റെ ബാഗിൽ ബുക്കൊക്കെ, ലഞ്ചും ബുക്കൊക്കെ, പൗച്ചും പെൻസിലൊക്കെ ഞാൻ തന്നെയാണ് വയ്ക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ബുക്കൊക്കെ കൂടി വെക്കാൻ പോവാണ്. ടീച്ചർക്ക് കൊടുക്കണം താഴെ ബുക്കൊക്കെ, അല്ലാണ്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല. ബുക്ക് കൊടുത്തിട്ടാ പോകണുള്ളൂ. പക്ഷേ ഞാൻ UKG ചേറി. പക്ഷേ എനിക്ക് ബാഗിൽ ബുക്കൊക്കെ ഒതുക്കി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വന്നത് വീടെത്തിയിട്ട് ഹോംവർക്കൊക്കെ ചെയ്യും കേട്ടോ. വേഗം ചെയ്യും. എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ എന്തായാലും ഇഷ്ടമാണ്. പക്ഷേ ഹോംവർക്ക് തരില്ല പറഞ്ഞ് ഞാൻ പിന്നെ പോയി എൻ്റെ ഫാമിലി. ഞാൻ എന്തായാലും ക്രീം തേക്കാൻ പോവാണ് കേട്ടോ. ക്രീം തേക്കാൻ ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് തേക്കാറുള്ളത്.
പക്ഷേ ഞാൻ വലിയ മേക്കപ്പും ചെയ്താൽ പഠിച്ചു. പക്ഷേ അമ്മ വെളിയിൽ പോകുമ്പോൾ മേക്കപ്പ് ചെയ്ത് തരും കേട്ടോ ഗൈസ്. അപ്പോൾ അമ്മ ഭയങ്കര പൗഡർ ഇട്ട് തരികയാണ് കേട്ടോ. ഇത് കൈ കൊണ്ട് തുടയ്ക്കുക പൗഡർ, ടവലും കൊണ്ട് ഞങ്ങൾ മഞ്ചിട്ട് പോകുമ്പോൾ മാത്രമേ തുടയ്ക്കുള്ളൂ. അപ്പോൾ അമ്മ എനിക്ക് പിരുക്ക് എഴുതി തരികയാണ് കേട്ടോ ഗൈസ്. എന്നിട്ട് അമ്മ കൺമശി എഴുതി തരും സ്കൂളിൽ പോകുമ്പോൾ അപ്പോഴും. അപ്പോൾ 2 കണ്ണിലും കൺമശി ഇട്ടിട്ട് മുടിയൊക്കെ ചീവി തരികയാണ് കേട്ടോ. മുടി ചീവുന്നത് 2 ഭാഗത്താണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അപ്പോഴും 2 ഭാഗത്താണ് കെട്ടാൻ പറയണോള്. അപ്പോൾ അമ്മ മുടി കെട്ടി തരുവാൻ പോവാണ് കേട്ടോ. ഇത് മുടി കെട്ടാൻ പോവാണ്. അപ്പോൾ എനിക്ക് 2 ഭാഗത്ത് കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മ റിബണിന് ബ്ലൂ കളറ് കെട്ടിത്തരികയാണ് കേട്ടോ. ബണ്ണിട്ട് കഴിഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞത് റിബണ് ബ്ലൂ കളർ ഇട്ട് തരാനാണ്. ഞാൻ ഫസ്റ്റ് ദിവസം പോയില്ല, എനിക്ക് പനിയായിരുന്നു. അപ്പോൾ അമ്മ റിബണൊക്കെ കെട്ടി തന്ന് ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അമ്മ വന്ന് റിബണാണ് ഇപ്പോൾ കെട്ടുന്നത് കേട്ടോ. ക്ലിപ്പൊക്കെ കുത്തിയിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ ഹെയർ ബാൻഡും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോവാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഹോംവർക്കൊക്കെ ഞാൻ വന്നതും പെട്ടെന്ന് ചെയ്യും, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പൊട്ടും കൂടി ഇത് എന്തോ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചന്ദനം കൂടി വെച്ചിട്ട് ഗൈഡിലും വെച്ച് അമ്മ ദോശ ഉണ്ടാക്കി തരികയാണ് കേട്ടോ. ഇത് ഞാൻ ദോശ ഫുള്ളായിട്ട് കഴിക്കുക, എൻ്റെ ഫേവറേറ്റാണ് ദോശ കേട്ടോ. ഞാൻ കൈ കഴുകാൻ പോയതാണിത്. കൈ കഴുകിട്ട് ഇവിടെ തന്നെ തോർത്ത് വെച്ചിട്ടുണ്ട്. ആ തോർത്തും കൂടി തുറച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഞാൻ സ്കൂളിലെ ഫുഡ് ഞാൻ മുഴുവൻ കഴിച്ചിട്ട് വന്നു കേട്ടോ ഗൈസ്. നല്ല സൂപ്പറായിരുന്നു. എത്ര ഇട്ടാലും ഞാൻ വേഗം കഴിക്കും. എത്ര തന്നാലും ഞാൻ കഴിക്കും. പക്ഷേ ഞാൻ അപ്പോഴേക്കും എരിയുമ്പോൾ വെള്ളം കുടിക്കും കേട്ടോ സ്കൂളിൽ. പക്ഷേ ടീച്ചർ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാൻ കുടിക്കുന്നില്ല വെള്ളം. അപ്പോഴേക്കും ഞാൻ ദോശ കഴിച്ച് കഴിഞ്ഞ് തൊഴുതാൻ പോയിട്ട് കുറി വെച്ചിട്ട് നമ്മുടെ കണ്ണാടി നോക്കി കുറിയിടാൻ പോവാണ് കേട്ടോ ഗൈസ്. രാവിലെ ഇടും രാത്രി ഇടും കേട്ടോ. അപ്പോൾ ഞാൻ ചെരുപ്പാണ്, ബ്ലാക്ക് കളർ ചെരുപ്പാണ് കേട്ടോ ഇടുന്നത്. അതെനിക്ക് ഷൂ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഷൂ നമ്മുടെ സൈറ്റിനുള്ളതില്ല, ചെരുപ്പുള്ളത്. അത് അപ്പോഴേക്കും ഞാൻ ബാഗ് തൂക്കി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും പപ്പയും വിളിച്ചു. ഞാൻ ഇറങ്ങാറാകുമ്പോൾ പപ്പ വിളിച്ചിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് ഞാൻ ടേറ്റ പറഞ്ഞിട്ട് നമ്മുടെ പോവാൻ ഗേറ്റ് തുറക്കുകയാണ് കേട്ടോ. പക്ഷേ സ്കൂളിൽ പോകുമ്പോഴേ ഫസ്റ്റ് ഞാൻ അമ്മ ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ ചെടിക്കറി പോവും. അപ്പോൾ ഞാൻ സ്കൂളിൽ നടന്ന് പോവാണ് കേട്ടോ. സ്കൂള് വൈകുന്നുണ്ട് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അമ്മ ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പോവും. അപ്പോൾ എനിക്ക് സ്കൂൾ എത്താറാവുകയാണ് കേട്ടോ. അത് സ്കൂൾ എത്താറാവുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾ സ്കൂളെത്തി. കുറച്ച് ആൾക്കാരൊക്കെ വണ്ടിയിലും ബസ്സിലും ഒക്കെയാണ് വരിക, ഓട്ടോയിലൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ് കേട്ടോ. ക്ലാസ്സിൽ ടീച്ചർ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കരയേണ്ട ആവശ്യമൊന്നുമില്ല, അധികം നേരമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അടുത്തത് കുറച്ചൊക്കെ LKG-യിലും പിന്നെ LKG B-യിലും ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ടീച്ചറിൻ്റെ പേര് എനിക്കറിയില്ല. ടീച്ചർ വേറെ ടീച്ചറാണ് കേട്ടോ, UKG-യിലെ ടീച്ചർ. പക്ഷേ
ഞാൻ സ്കൂൾ വിട്ട് വരാറാവുമ്പോഴാണ് അമ്മ വിളിക്കാൻ വരികയാണ് കേട്ടോ എന്നെ. അപ്പോഴേക്കും ഞാൻ അമ്മനെ കണ്ട് മൂടി വന്നു കേട്ടോ. ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. ഞാൻ ചൈൽഡ് ടീച്ചിങ്ങളിൽ ഞാൻ LKG നമ്മുടെ ബാഗ് വെച്ചിട്ടാണ് വരിക കേട്ടോ. അങ്ങനെ അമ്മൻ്റെ കയ്യിൽ ബാഗൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ഒരു സോഡ വേണം പറഞ്ഞപ്പോൾ അമ്മ സോഡൻ്റെ കടയിൽ കയറിക്കോ പറഞ്ഞു. അപ്പോൾ ഞാൻ കയറിയിട്ട് സോഡ കുടിക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് വീട്ടിൽ പോവാണ്. അധികം സമയമൊന്നും ഇല്ല. ചേച്ചി വീട്ടിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും ഞാൻ സോഡ കുടിക്കുകയാണ് കേട്ടോ സോഡ. അപ്പോൾ അമ്മ നമ്മുടെ എന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയണ എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ റോഡെത്തിയിട്ട് അങ്ങോട്ട് തുള്ളിച്ചാടിയിട്ടാണ് ഞാൻ റോട്ടിൽ കൂടെ ഓടിപ്പോവാട്ടോ. വണ്ടി വരുമ്പോൾ പെട്ടെന്ന് പോവും. അങ്ങനെ ഞാൻ വീടെത്താറാവുമ്പോൾ ഒച്ച ഓടിച്ചാടം നോക്കി വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ അപ്പോഴും സ്കൂളിൽ എത്താറാവുമ്പോഴേ നമ്മുടെ കുറച്ച് ദൂരം ഉണ്ടാകുമ്പോൾ മാത്രം ഞാൻ നമ്മുടെ ഇത് ഒരു മരമില്ലേ, കായ് ഉണ്ടാവേണ്ട ഒരു മരം. ആ മരത്തിൽ ഒരു പൂവുണ്ട്. ആ പൂ പറിക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് ഈ പൂവും പറിച്ചും കൊണ്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ പോവാണ് കേട്ടോ. വീടെത്താറാവുമ്പോഴേക്കും ഞാൻ ഓടിയിട്ടാണ് പോകുന്നത് കേട്ടോ. വീടെത്താറാകുമ്പോൾ അപ്പോഴും ഞാൻ ഓടിയിട്ടാണ് പോവുക. പക്ഷേ അപ്പോഴേക്കും വീടെത്തിയപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഷാൻ ചേട്ടൻ വെളിയിൽ നിൽക്കുന്ന കണ്ട് ഷാൻ ചേട്ടൻ്റെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും വീട്ടിൽ ഓടിച്ചാടിയിട്ടാണ് പോവാണ്. അപ്പോഴേക്കും ഗേറ്റ് തുറന്നു. അപ്പോഴേക്കും ചേച്ചിയും വന്നു. ചേച്ചി സ്കൂളിൽ വിട്ട് വന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ അയച്ച് റൂമിൽ ഡ്രസ്സ് മാറ്റാൻ പോവാണ് കേട്ടോ. ഡ്രസ്സ് മാറ്റുന്നത് ഞാൻ അച്ചിക്കാണ് കേട്ടോ. എനിക്ക് മുടിയൊക്കെ കെട്ടാറിയും. പക്ഷേ അങ്ങനെ ഞാൻ കൈയും കാലും കഴുകാൻ പോവാണ്. കൈയും കാലും കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ വരിക കേട്ടോ. അങ്ങനെ തോറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. അപ്പോഴേക്കും ഞാൻ തോർത്തും കൊണ്ട് മുഖമൊക്കെ തുടച്ച് കൈയും തുടച്ച് കാലൊക്കെ തുടച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് ഇവിടെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എഴുതാൻ പോവാണ് കേട്ടോ. എഴുതാൻ പോവാണ് ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്നാലേ അമ്മ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ട് എനിക്ക്. ചായയോ കാപ്പിയോ പാലും വെള്ളമോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും. നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സാണ് അമ്മ വാങ്ങിച്ചു തന്നിരിക്കുന്നത്. മാങ്ങയും ഇതും കൂടി എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഞാൻ അത് മുഴുവൻ കഴിച്ച് പിന്നെയാണ് ഹോംവർക്ക് ചെയ്യാൻ പോയത്. ഹോംവർക്കിൻ്റെ ബുക്കും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പെൻസിൽ കാണാനില്ല പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബുക്കും കൊണ്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ കാണാനില്ല പെൻസിൽ കേട്ടോ. അത് അമ്മ തെപ്പിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൗച്ചിൽ നോക്കിയപ്പോൾ കിട്ടി കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ബുക്ക് എടുത്തിട്ട് സ്റ്റഡി റൂമിൽ പോയി ഹോംവർക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും അമ്മയും ചേച്ചിയും കൂടി എനിക്ക് പോപ്കോൺ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിയാൻ പോവാണ് കേട്ടോ. ഇത് ഹോംവർക്ക് ചെയ്താൽ എനിക്ക് വളരെ ഈസിയാണ്. ഞാൻ എന്തായാലും ഹോംവർക്ക് ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അപ്പോഴും സ്കൂളിൽ വിട്ട് വന്ന ഹോംവർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് കളിക്കാൻ പോവാ കേട്ടോ. പക്ഷേ ഞാൻ ഹോംവർക്ക് ചെയ്യുന്നത്
ഇത് ഈസി ആയിട്ടാണ് കേട്ടോ. ഈസി ഹോംവർക്കാണ് കിട്ടുന്നത് ഞങ്ങൾക്ക്. പക്ഷേ ചേച്ചി നമ്മളെ പോപ്കോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഇത് കഴിയാറായി. അപ്പോൾ എൻ്റെ ചേച്ചി പോപ്കോൺ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പോപ്കോൺ കൊണ്ടുവരാവണമുള്ളൂ. അപ്പോൾ ഞാൻ ഹോംവർക്ക് എഴുതി കഴിയാറായി. പിന്നെ എഴുതി കഴിഞ്ഞാൽ അടുത്ത ഹോംവർക്ക് എടുക്കാൻ പോവാണ് കേട്ടോ. അടുത്ത ഹോംവർക്ക് ബുക്ക് എടുക്കാൻ പോവാണ്. അത് കുറച്ച് എഴുതാനുള്ളത്. അത് ഈസി ആയിട്ട് ഞാൻ എഴുതാൻ പഠിച്ചു കേട്ടോ. വളരെ ഈസി ഹോംവർക്കാണ് ടീച്ചേഴ്സ് തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഹോംവർക്കൊക്കെ പെട്ടെന്ന് ഒറ്റയ്ക്ക് ചെയ്ത് കഴിയും. എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമ്മുടെ തുള്ളി ചാടി നടക്കുകയാണ്. എന്നിട്ട് പോപ്കോൺ കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചേച്ചിയും കൂടി വരാൻ പറഞ്ഞിട്ട് ചേച്ചി വന്നില്ല കേട്ടോ. അത് ചേച്ചിക്ക് വേണ്ട പറഞ്ഞു. ചേച്ചി വേണ്ട പറഞ്ഞു. അപ്പോഴേക്കും ശിവനിയ വന്നിട്ടുണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ ഞാൻ കളിക്കാനും പോയി. ബാക്കി എല്ലാവരും കൂടി ബാറ്റ് കളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബാക്കി എല്ലാവരും ബാറ്റ് കളിക്കുകയാണ്. ഞങ്ങൾ ബാറ്റും കൊണ്ടൊരു കളി കളിക്കുകയാണ് കേട്ടോ. ഇത് ബാറ്റും കൊണ്ട് കളിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ പോയി. വെള്ളം കുടിക്കാൻ പോയിട്ട് അപ്പോഴേക്കും ദോശ ഉണ്ടാക്കി രാത്രി കേട്ടോ. രാത്രി ദോശ ഉണ്ടാക്കിയാണ് അമ്മ തന്നു എനിക്ക്. ഞാൻ ഉറക്കം വന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയിട്ട് അത് ബുക്കും കൊണ്ട് വന്ന് കിടക്കുകയാണ് കേട്ടോ. രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് കത്തിയപ്പോഴേക്കും ഞാൻ ബുക്ക് അവിടെ വെച്ചു. എന്നിട്ട് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഞാനും അമ്മനെ രാത്രി കെട്ടിപ്പിടിച്ച് കിടക്കാറുണ്ട് കേട്ടോ.